Morning, sir. Am I audible? നമ്മുടെ yes, good morning, good morning. നമ്മുടെ സ്പെഷ്യൽ ഡേ എല്ലാവരും വെൽക്കം ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. Good morning. Okay, so yes, good morning. Good morning. Good morning. Good morning. All right. അപ്പോൾ ഇറ്റ്സ് മീ റിയൽമിയിലേക്ക് ഇന്ന് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളെ നമുക്ക് all right. Am I audible? Yes. All right. Thank you so much. Yes, sir. Ibrahim, hope you are all right. So നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ നമുക്ക് വെൽക്കം ചെയ്യാം. നമുക്ക് നിങ്ങളെല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു, കാത്തിരിക്കുന്നു വിചാരിക്കുന്നു. നമുക്ക് നമ്മളുടെ കോഴ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അറിയാം, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈവനിംഗ് സെഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് പേര് ശരിക്കും നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ള സെഷനാണ്. പേഴ്സണലി ഒക്കെ ഫീഡ്ബാക്സുകൾ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദോസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതേപോലെ നമ്മുടെ കോഴ്സിൽ വന്നിട്ട് കഴിഞ്ഞ ബാച്ചിൽ വരികയും EFT പ്രോഗ്രാമിൽ വരികയും അങ്ങനെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് നമുക്ക് സ്റ്റോറി ഷെയർ ചെയ്യാനുള്ളത്. സോ ലെറ്റ്സ് വെൽക്കം ഇബ്രാഹിം. പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എവിടെയാണ് സ്ഥലം, എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ഈ നമ്മുടെ കോഴ്സിലേക്ക് എത്തിയത്, കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെ പറയാവോ? ഗുഡ് മോർണിംഗ്. മോനോ? എൻ്റെ പേര് ഇബ്രാഹിം. ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂർ അടുത്താണ്. ഓക്കെ. എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോ ഒരു ബിസിനസ് ഓണറായിട്ട് കുറച്ചായിട്ടുള്ളൂ. കുറച്ച് ഓൺലൈൻ കോഴ്സ് സെല്ലിംഗ് ആണ്. ഓൺലൈൻ കോഴ്സ് സെല്ലിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഓൺലൈൻ കോഴ്സ് സെല് ചെയ്യുന്നതാണോ ചെയ്യുന്നത്? അതെ. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണോ? അല്ല, ഞാൻ പുതിയതായിട്ട് ഈ മേഖലയിൽ വന്നാണ്. കുറച്ചു കാലം ഒരു കമ്പനിയിൽ പഠിച്ചു, പിന്നെ അവിടെ കുറച്ച് വർക്ക് ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇറങ്ങി അല്ലേ? അതെ. ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ അതിലേക്ക് ഇറങ്ങി. നിങ്ങൾ മാരീഡ് ആണോ? മാരീഡ് ആണ്. മക്കളൊക്കെ ഉണ്ട്? ഫാമിലി എങ്ങനെ? ഫാമിലി 2 മക്കള്. ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യാനുള്ള ഒരു കാരണം എന്താ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചത്? ഞാൻ പുറത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നു. ഓക്കെ. ഒരു 8 വർഷമായിട്ട് പ്രവാസിയായിരുന്നു. അവിടുന്ന് എനിക്ക് ജോബിലൊരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഓക്കെ. അങ്ങനെ ഒരു ട്രോമ ഒക്കെ ആയിട്ട് ഒരു പിന്നെ ജോലി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു 1 month ലീവിന് വന്ന ആളാണ്. ശരി. ഓക്കെ. ഇങ്ങനെ നമ്മൾ ഇരുന്ന സമയത്താണ് ഇങ്ങനെ മെഡിക്കൽ കാര്യങ്ങള് ആദ്യൊരു കൗൺസിലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും എനിക്ക് കാര്യമായിട്ടൊരു എഫക്റ്റ് ഒന്നും കിട്ടിയില്ല. എന്തിനായിരുന്നു? കാരണം ജോലി ഇല്ലാത്തത് കൊണ്ടാണോ ഒരു ഡൗൺ ആയി, അങ്ങനെ മാനസികമായിട്ടൊരു ഡൗൺ ആയിട്ടൊരു അവസ്ഥ ഉണ്ടായിരുന്നു? എന്താണ് സംഭവിച്ചിരുന്നത്? അതെ. ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു താല്പര്യം ഇല്ലാതെ ജോലി ചെയ്ത് പിന്നെ നമുക്ക് ഒരു വെറുപ്പായി മാറി. ഓക്കെ. ജോലി ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടും വെറുപ്പും ഒക്കെ ആയിട്ട് മാറി. അതെ. അതും
ജോലിയും നമുക്ക് ആ ഒരു ഇരിക്കുന്ന സാഹചര്യമൊക്കെ നമുക്കൊരു വേറെ എന്തൊക്കെ ഒരു വിഷമമുള്ള പോലെ. ഓക്കെ. ആ ഒരു സമയത്ത് എനിക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യലായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. ഓക്കെ. അങ്ങനെ പിന്നെ നാട്ടിൽ വന്നു. മെഡിറ്റേഷന് കാര്യങ്ങള് അങ്ങനെ 2-3 രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ അടുക്കാണ് സാറൊരു പിന്നെ ഫ്രീ മെഡിറ്റേഷന്റെ ഒരു കണ്ടത്. ഓക്കെ. കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന്റെ ഒരുപാട് മുമ്പേ തന്നെ സാറ് ഫ്രീ മെഡിറ്റേഷനിൽ കയറാറുണ്ടായിരുന്നു. ഓക്കെ. അപ്പോ എനിക്ക് ഇതിലൊരു പ്രത്യേകത തോന്നിയ വെച്ചാല് ഓരോ ദിവസവും ഓരോ മെഡിറ്റേഷൻ ആയിരുന്നു. ഓക്കെ. മറ്റുള്ളവരൊക്കെ എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ ഇപ്പോ 1 മാസം മുമ്പാണ് ഞാൻ ഈ ഒരു EFTന്റെ കോഴ്സിൽ ജോയിൻ ചെയ്തത്. ഓക്കെ. പിന്നെ ഒരുപാട് ട്രോമാസ് ഫീൽ ചെയ്യാൻ പറ്റി. ഓക്കെ. ഇപ്പോ പിന്നെ അതേപോലെ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ്, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം ഇപ്പോ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തു വരുന്നുണ്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം. ഓക്കെ. അപ്പൊ അതിൻ്റെതായ മാറ്റം എല്ലാറ്റിലും ഉണ്ട്. ഇപ്പോ നമ്മളെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും ഫാമിലീസിലാണെങ്കിലും പിന്നെ ഞങ്ങള് ബ്രദേഴ്സ് എല്ലാരും കൂടി ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു ബ്രദറ് കഴിഞ്ഞ ആഴ്ചയാണ് പോയത്. നോർമലി പോകുന്ന സമയത്തൊക്കെ നമുക്കൊരു ഷെയ്ക്കാൻഡ് മാത്രമേ തരാറുള്ളൂ. ഇപ്രാവശ്യം ഒരു ഹഗ്ഗൊക്കെ ചെയ്തിട്ടാണ് അയാള് പോയത്. ഞാൻ ഓക്കെ. ഇതൊക്കെ എന്താണ് സംഭവം എന്നുള്ളത് മറ്റൊന്നോ നമ്മളത് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്. യാ. സോ അതായത് നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഇബ്രാഹിം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കിലുണ്ടായിരുന്ന അല്ലെങ്കിൽ എന്താ പറയുക ജോലി ചെയ്യാനുള്ള താല്പര്യക്കുറവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് സാഹചര്യങ്ങൾ കുറച്ചുകൂടെ പോസിറ്റീവായി തുടങ്ങി, കാര്യങ്ങൾ മാറി തുടങ്ങി. ശരിക്കും നിങ്ങൾ ആ ഒരു വർക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഒക്കെ കംപ്ലീറ്റ്ലി മാറിയോ? അതെ അതെ. ഇപ്പൊ ഞാന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജോലിയാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ബിസിനസ് ആണ്. അതായത് പിന്നെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മളെ സ്റ്റുഡൻസ് വരുന്നവർക്ക് എനിക്ക് ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി അത് ഇൻക്രീസ് ചെയ്തു? നമുക്ക് ഇപ്പോ ഇനിയും കോഴ്സുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ പുതിയ ആളുകളൊക്കെ വന്നിട്ട് ഒരു കോഴ്സ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചാല് ഒരു റീസെല്ലും കൂടി ചെയ്യാന്നുള്ളൊരു ഓപ്ഷനിലാണ്. വാങ്ങിയിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി വഴി മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഓക്കെ. ഓൾറൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി ശരിക്കും നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ഇമ്പ്രൂവ് ആയി, നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. വാട്ട് അബൌട്ട് യുവർ പേഴ്സണൽ റിലേഷൻഷിപ്പ്? നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എത്രത്തോളം മാറ്റങ്ങളുണ്ടായി? ഐ മീൻ നിങ്ങളുടെ വൈഫായിട്ടും മക്കളായിട്ടും ഒക്കെ കണക്ട് ചെയ്യാൻ എത്രത്തോളം? എല്ലാറ്റിലും നല്ല മാറ്റം വന്നിട്ടുണ്ട്. എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ. വൈഫാണെങ്കിലും നമ്മളെ കുറച്ചും കൂടി സപ്പോർട്ട് കാര്യങ്ങള് എല്ലാം ഉണ്ട്. പിന്നെ കൂടുതൽ നമുക്ക് ഇങ്ങനെ എത്താൻ കാരണം തന്നെ വൈഫിന്റെ സപ്പോർട്ടാണ്. ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇപ്പൊ കുറച്ചും കൂടി മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഓൾറൈറ്റ്. ഓക്കെ. സോ നിങ്ങളെ സംബന്ധിച്ച് വൈഫിന്റെ ആ ഒരു മാക്സിമം സപ്പോർട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട്. അതേപോലെ ഓൾറെഡി സപ്പോർട്ടുള്ള ഒരാളായിരുന്നു, കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിലേക്ക് വന്നു. അതെ. നിങ്ങൾ ആസ് എ ഫാമിലി മാൻ, ഓക്കെ, വൈഫ് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു, ബ്രദർ ഇങ്ങോട്ട് ഹഗ് ചെയ്തു. വാട്ട് അബൌട്ട് യു? നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാന് ഇതിൽ വന്ന് പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല് ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നെ നമ്മള് പുതിയതായിട്ട് കാണുന്ന ആളുകളെ ഇപ്പൊ പോയി ഞാൻ അറ്റാക്ക് ചെയ്യലാണ് ആൾക്കാരെ. മുമ്പ് അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാണുന്ന ആളുകളൊക്കെ ഒന്ന് പോയിട്ട് കൈ കൊടുക്കും. നമ്മള് പുതിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ നോക്കലാണ് പോയിട്ട്. ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് ആക്രമിക്കുക എന്നുള്ളതല്ല, അങ്ങോട്ട് പോയിട്ട് കയറി അതെ അപ്രോച്ച് ചെയ്യും അല്ലേ? ഇല്ലാത്ത ആളെയും, അതായത് അങ്ങനെ നമ്മളെ എസ്കേപ്പ് ആവുന്ന ഒരു ഇതുണ്ടല്ലോ.
അതെ. പോകുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ ഒരു ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു, ആണോ? അതെ അതെ. കുറച്ചും കൂടി ഇൻട്രോവേർട്ട് ആണ് അല്ലേ? പക്ഷെ ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് കുറെ സമയം ഞാൻ സംസാരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സമയം വേണം. മറ്റേത് നമ്മൾ എവിടെയും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാ, പെട്ടെന്ന് തിരിച്ചു വരും. ഓക്കെ. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതായത് ഈവൻ ഇപ്പോൾ ഈ ഒരു അവസരം വന്നപ്പോ, ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം വന്നു, പബ്ലിക്കായിട്ട് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാനുള്ള ഒരു അവസരം വന്നു, നിങ്ങളുടെ സ്റ്റോറി ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം വന്നു. നോർമലി ആണെങ്കിൽ നിങ്ങൾ ഇതിന് യെസ് പറയില്ല, അതെ അതെ. അല്ലേ? എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാല് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ പോലും മറ്റുള്ള ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ഒരാളോ സംസാരിക്കുന്ന പോലെയല്ല. നിങ്ങൾ കുറച്ച് എന്താ പറയുക, കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ. വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ കുറച്ച് ആണ് പറയുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് പറയാനും ഇങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ശേഷം ശരിക്കും ലഭിച്ചു എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയത് ശരിയാണ്. യെസ്. ഞാന് ഫസ്റ്റ് പറഞ്ഞാല് ഓഡിയോയില് വരെ സംസാരിക്കാൻ കഴിയാത്ത ആളായിരുന്നു. ഞാൻ വീഡിയോയിൽ വന്നിട്ട് കോൺഫിഡന്റോട് കൂടി സംസാരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ശരിക്കും എന്താ പറയുക, മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നോർമലി നമുക്കുള്ള ക്ലയൻസിനെ പോലെയല്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഇദ്ദേഹത്തിന്റെ ഒരു കേസ് എന്ന് പറയും, ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എത്രയോ ആൾക്കാർ ഇതേപോലെ ഉണ്ട്. അതായത് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. PFT കോഴ്സും പല സംഗതികളൊക്കെ ചെയ്യുന്നത് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം ആ ഒരു എന്താ പറയുക, ബാക്കിലോട്ട് അല്ലെങ്കിൽ പിൻവാങ്ങി സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പിൻവാങ്ങി നിൽക്കുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. സോ യു ആർ ഡൂയിങ് ഗ്രേറ്റ് ജോബ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ബിക്കോസ് ഐ നോ ദിസ് ഇസ് നോട്ട് ഈസി. സോ വി ഷുഡ് അപ്രീഷിയേറ്റ് ഹിം. പ്ലീസ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ഇബ്രാഹിം ഫോർ പുട്ടിങ് ദിസ് എഫേർട്ട്. ഈ എഫേർട്ട് ഇടുന്നതിനും മുന്നോട്ട് വരുന്നതിനും കാര്യങ്ങൾ ശരിക്കും എന്താ പറയുക, എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് മുന്നിട്ട് ഇറങ്ങുന്നത്. എനിക്ക് ഇബ്രാഹിം, ദിസ് ഈസ് റിയലി ഗ്രേറ്റ്. എന്താണ് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു എന്താ പറയുക മെസ്സേജ് എന്താണ്? അതായത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ ഒരു 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 എന്താ പറയുക, ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പൊതുവെ എന്തൊക്കെയാണ്? അയാൾക്ക് എങ്ങനെ EFT ശരിക്കും ഹെൽപ്ഫുൾ ആകും? നമുക്ക് ഒരുപാട് സ്ട്രഗിള് ഫേസ് ചെയ്യേണ്ടി വരും പല ഭാഗത്തുനിന്ന്. വീട്ടിൽ നിന്നാണെങ്കിലും പിന്നെ ഞാൻ ശരിക്കും എനിക്കൊരു വിഷയന കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളായിരുന്നു. വീട്ടുകാരിങ്ങനെ പറഞ്ഞ് ആ ജോലിക്ക് പോയിക്കോ, ജോലി റിസൈൻ ചെയ്യുമ്പോ ഇപ്പൊ ചെയ്യണ്ട, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്ത് ജോലിക്കാണ് കയറാൻ പറ്റുക, എനിക്ക് എന്ത് ജോലിയാണ് കിട്ടുക എന്നുള്ള ആ ഒരു ഇത്. അപ്പൊ ആ ഒരു തോട്ട്സ് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ അവിടെ തന്നെ അങ്ങനെ നമ്മള് കണ്ടിന്യൂ വന്ന് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ റിസൈൻ ചെയ്തു. ഇന്നിപ്പോ എനിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട്. ഇന്ന് പിന്നെ ഞാൻ ഇനി ആരില്ലെങ്കിലും എനിക്ക് എന്റേതായ ഒരു രീതിയിൽ ഞാൻ എത്തിപ്പെടുന്നുള്ള ഒരു വിഷയം അല്ലെങ്കിൽ എനിക്ക് മുന്നിൽ ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് അവിടെയാണ് എത്തിപ്പെടാനുള്ളത്. ഒരു ക്ലാരിറ്റി വന്നു തുടങ്ങി. ഇപ്പൊ ഈവൻ ഞാൻ വൈഫിന്റെ അടുത്ത് പോലും പറഞ്ഞിട്ടുണ്ട്, ആരെ സപ്പോർട്ട് ഇല്ലെങ്കിലും ഞാൻ അവിടെ എത്തിപ്പെടുക ചെയ്യുന്നില്ല. അപ്പൊ ഇപ്പോഴുള്ള കോഴ്സ് ഇപ്പോ ഇങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് ആ ഒരു ട്രോമാസ് ഒക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഹെൽപ്പാവും. ശരിക്കും അതെ. പിന്നെ ഇവിടെ മെന്റേഴ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു. ആരായിരുന്നു നിങ്ങളുടെ മെന്റർ? ഫെബിന മാം ആയിരുന്നു. ആഹാ, ഓക്കെ. ആൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു ആളുടെ സപ്പോർട്ട്? ആളെ എങ്ങനെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്? കുറച്ചുകൂടെ വിശദീകരിച്ച് പറയാൻ ശ്രമിക്കും. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തരാറുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കും തോന്നി മറ്റുള്ളവരോടും ഷെയർ ചെയ്യണം. പിന്നെ നമുക്കും തന്നെ ഒരു ഇതല്ലേ സംസാരിക്കാൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ട്രൈ ചെയ്യാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഒരു അവസരം ലഭിക്കുമ്പോൾ അതിലോട്ട് മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നത്. ഇത് നോർമലി ഒരു എന്താ പറയുക, പൊതുവെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക. അവിടെ നിങ്ങൾ അതിനും അപ്പുറത്തേക്കൊരു എന്താ പറയുക എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ആ ഒരു പ്രത്യേകത എനിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യാലിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. മറ്റൊരു കാര്യം, ഈ ശരിക്ക് ഇൻട്രോവേർട്ട് പല ആൾക്കാരും ആയി പോകുന്നതിന് ഒരു കാരണമുണ്ട് അല്ലേ? ചില ആൾക്കാർ എക്സ്ട്രീം എക്സ്ട്രോവേർട്ടും ആവും,
എന്നാൽ ആംബിവേർട്ട് എന്ന് പറയുന്നത് മൂന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുകയാണ്. ദർ ഇസ് ഇൻട്രോവേർട്ട്, ദെൻ എക്സ്ട്രോവേർട്ട്, ദർ ഇസ് ആംബിവേർട്ട്. അപ്പോൾ എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിൽ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഓവർ എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഓവർ ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ ദേ ആർ ലൈക്ക് വെരി ഒരു അറ്റത്തിന്റെ ലൈക്ക് ഒരു സ്പെക്ട്രത്തിൽ അങ്ങേ അറ്റമാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. വളരെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാർ, ദേ ആർ ലൈക്ക് ഷെയർ ലൈക്ക് എനിത്തിങ്. അവരും ഒരുപാട് ട്രോമയിലൂടെ കടന്നുപോയ ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർ ഓവർ ഷെയർ ചെയ്യുന്നത്. ദെൻ തീരെ ഷെയർ ചെയ്യാൻ കഴിയാത്ത, ഓപ്പൺ അപ്പ് ആകാൻ കഴിയാത്ത ആൾക്കാരാണ് ദെൻ ദേ ആർ ഇൻട്രോവേർട്ട്. ദേ ആർ ആൾസോ ഗോൺ ത്രൂ ലോട്ട് ഓഫ് ട്രോമ. ഓക്കെ, ആൻഡ് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ഇറ്റ്. കാരണം ലൈഫിൽ നമ്മൾ അധികം ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്നാൽ ഇതിനിടയിൽ ആംബിവേർട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് രണ്ടിൻ്റെയും മിക്സ് ആയിട്ടുള്ള സംഗതി. ശരിക്കും ആക്ച്വലി നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആംബിവേർട്ട് ആയിട്ടുള്ളത്. ഷെയർ ചെയ്യാൻ ഓക്കെയാണ്, ഷെയർ ചെയ്യണം. ഉള്ളിലേക്ക് ഒതുങ്ങി നിൽക്കുമോ, ഒതുങ്ങി നിൽക്കും. ഇത് രണ്ടും കൂടെ മിക്സപ്പ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഏത് സ്റ്റേജിലൂടെ കടന്നു, ഏത് കാറ്റഗറിയിലാണെങ്കിലും പല ട്രോമാസും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേതെങ്കിലും ഒക്കെ നമ്മളാക്കി മാറ്റുന്നത്. ശരിക്കും ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള ട്രോമാസ് ഉണ്ടാകും. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പ്രയാസമില്ലെങ്കിൽ ഇബ്രാഹിം ഇത്രയും ധൈര്യം കാണിക്കുന്ന ഒരാളെന്നുള്ള കൂടെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ട്രോമാസ് ആയിരിക്കാം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കാറ്റഗറി ആൾക്കാർ കടന്നു പോയിട്ടുണ്ടാവുക? നിങ്ങൾക്ക് ഏതെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമാസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയോ? ചൈൽഡ്ഹുഡിൽ ഞാൻ ശരിക്കും നമ്മളൊരു ഫാദർ മദർ ഉള്ള ഒരു റിലേഷൻഷിപ്പ് അവര് തമ്മിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു നമ്മള് ഇപ്പോഴാണ് ശരിക്ക് നമ്മളും തന്നെ കാണുന്നത്. അവരൊക്കെ ഒരു നല്ല രീതിയിൽ സംസാരിക്കുന്നതും നമ്മള് കണ്ടിട്ടുള്ള തന്നെ കുറച്ച് ട്രോമാസുകളാണ്, അവര് പ്രശ്നങ്ങളും കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ആ സിറ്റുവേഷൻസ് ആയിരിക്കാം ഉള്ളിൽ ആ കുഞ്ഞു കുട്ടി എന്നുള്ള നിലക്ക് ആ പ്രായത്തിൽ ഒരു ഭയം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാക്കുകയോ, അങ്ങനെ ആ സിറ്റുവേഷൻസ് നമ്മളെ ഒന്നുകൂടി ഒരു അന്തർമുഖനാക്കിയിട്ട് മാറ്റി, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്നൊരു സത്യം തിരിച്ചറിഞ്ഞോ? അതായിരിക്കുമോ ആ പ്രശ്നങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ സമയത്തുണ്ടായിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ചലഞ്ചുകളായിരിക്കാം, നിങ്ങളെന്ന് പറയുന്ന കുട്ടി അനുഭവിച്ചിട്ടുള്ള ചലഞ്ചുകളായിരിക്കാം നിങ്ങളെ കുറച്ചുകൂടി എന്താ പറയുക, ഇങ്ങനെ ഒരു ഇൻട്രോവേർട്ട് ആക്കി മാറ്റുന്നതിലോ അല്ലെങ്കിൽ ഒതുങ്ങി പോകുന്നതിലോ മറ്റുള്ള പല കാര്യങ്ങളിൽ നിന്ന് പിന്മാറുന്നതിലോ കാരണമായത് അതാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയിരുന്നോ നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോൾ? അതെ അതെ, അങ്ങനെ ഒരു അതൊക്കെ നമുക്ക് ഒരു ട്രോമാസ് ആണെന്നുള്ള ഇവിടുന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. പിന്നെ നമ്മളിങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞു കേൾക്കണത് നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനത്തെ ഒരാളാണ്. അവിടുന്നൊക്കെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈവൻ എന്റെ ഫാദർ ഒന്നും നേരിട്ട് തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നുള്ളത്. നമുക്ക് ഭയങ്കര ട്രോമയാണ്. ഇപ്പോ നേരെ തിരിച്ച് നമ്മളെടുത്ത അഭിപ്രായങ്ങളും ഡിസിഷനും പറയലും നമ്മളോട് ചോദിക്കല് നീ തന്നെ നടത്തിയാൽ മതി എന്നുള്ള രീതിയിൽ വരെ സംസാരിക്കാൻ തുടങ്ങി. അതായത് ഇപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഇതിലേക്ക് വന്നതിന് ശേഷമാണോ ഇതൊക്കെ നടക്കുന്നത്, ഈ ചോദ്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഇപ്പോഴത്തെ ഒരു മാറ്റത്തിന് ശേഷമാണോ? അതെ അതെ, ഇപ്പോഴാണ് കൂടുതലായിട്ട് നമുക്കൊന്ന് ഫീൽ ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം എന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു ഫിഗേഴ്സ് ആണ് നമ്മുടെ ഫാദർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഫാദർ ഫിഗർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഹിസ് ലൈഫ്. അപ്പോൾ ആ ആൾ എങ്ങനെയാണ് നമ്മളെ കാണുന്നത്, ആ ആൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആൾ നമുക്ക് എങ്ങനെയാണ് കോൺഫിഡൻസ് നൽകുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അതൊന്നും കിട്ടിയിട്ടില്ല എന്നും ഈവൻ പലപ്പോഴും നമ്മൾ കുറച്ചൊന്ന് ഒതുങ്ങി പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ട്രോമ റെസ്പോൺസ് ഫ്രീസ് ആയിരുന്നു. കുറച്ചും കൂടി ഉണ്ട്, ഞാനിപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ട്രോമ റെസ്പോൺസ് 4 നമ്മൾ പറയാറുണ്ട് അല്ലേ? ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ്, ഫോണ്. ഇതിൽ ഫ്രീസ് ആയിരുന്നോ നിങ്ങളുടെ ട്രോമ റെസ്പോൺസ്? അതെ അതെ. സോ പലപ്പോഴും ഈ നമ്മൾ ഈ ഇൻട്രോവേർട്ട് ആയിട്ട് പോകുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയൊരു കാര്യമാണ്, ഇവിടെ പല ആൾക്കാരുണ്ട് കേട്ടോ, അവിടെ ചെറിയൊരു ശതമാനം ആൾക്കാരെ എക്സ്ട്രോവേർട്ട് ഉണ്ടാവുള്ളൂ, ചെറിയൊരു ശതമാനം ആൾക്കാരെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ആംബിവേർട്ട് ഉണ്ടാവുള്ളൂ. എന്നാൽ അത്യാവശ്യം നല്ലൊരു ശതമാനം ആൾക്കാർ ഇൻട്രോവേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ആൾക്കാർ എന്തായാലും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വട്ട് എവർ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ, നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിലൂടെ കടന്നു പോയ ഒരാളാണ് ഇബ്രാഹിം. ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇബ്രാഹിം കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും പക്ഷേ
ഫ്രീസ് എന്ന് പറയുന്ന ഒരു ട്രോമ റെസ്പോൺസ് ഉണ്ട്. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഫ്രീസ് ആയിപ്പോകും, നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല, എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല, നമ്മളാകെ ഷോക്കായി പോകുക. അപ്പം പലപ്പോഴും ട്രോമ റെസ്പോൺസ് ഫ്രീസ് എന്ന് പറയുന്ന സംഗതിയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ വറീഡാകേണ്ട, വിഷമിക്കേണ്ട. ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിനെ മറികടന്ന് തിരിച്ചു വന്ന് നിങ്ങളിൽ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങളെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റുമെന്നും, നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പലതും ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നും, നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ നിങ്ങളുടെ പേഴ്സണൽ പവർ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇബ്രാഹിം. ഇപ്പം ഓൾറെഡി ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, അതായത് എനിക്കത് ചെയ്യാൻ പറ്റും, വേറെ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ വിൽ ഡു ഇറ്റ്. മറ്റേതെന്ന് പറയുന്നത് ചിന്തിക്കുന്നത് പലപ്പോഴും എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ചെയ്യും എന്ന ഒരു ചോദ്യം മനസ്സിലൂടെ കടന്നിട്ട് വിഷമിക്കുകയും ബുദ്ധിമുട്ടുകയും എന്നിട്ട് ഓവർ തിങ്ക് ചെയ്യുകയും അല്ലെങ്കിൽ എന്നിട്ട് അത് സ്ട്രഗിൾ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കും. പലതും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അങ്ങ് പറ്റുന്നില്ല. എസ് ഓർ നോ? പലതും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പറ്റുന്നില്ല. ആ ഒരു ലെവലിൽ എന്താണെന്നറിയാത്തൊരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുക അല്ലേ? അങ്ങനെയല്ലേ ഫീൽ ചെയ്തിരുന്നത് കുറെ കാലം? അതെ അതെ. പിന്നെ മാം കൗൺസിലിംഗ് ചെയ്ത സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമ്മൾ അതേപോലത്തെ ഒരാളാണ്. ഓക്കെ. ഇവൻ നമ്മുടെ വൈഫിന് പോലും ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കും, അവരെ പറഞ്ഞ കാര്യമില്ല, അവർക്ക് മനസ്സിലാക്കും സിറ്റുവേഷൻ. അപ്പോ അതാണ് എനിക്ക് ഏറ്റവും വലിയ, നമ്മള് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ റിലീസായി. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, അത് അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും നല്ലൊരു ഇപ്പം നിങ്ങളുടെ മെന്ററോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളെ റിലേറ്റ് ചെയ്യാനും നിങ്ങളെ കണക്ട് ചെയ്യാനും പറ്റുക എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്ന മെന്ററുടെ ഏറ്റവും വലിയൊരു സ്കില്ലാണ്. സോ ഡെഫിനറ്റ്ലി ഫെബിന ഹാസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ് ദെയർ. അപ്പോൾ വളരെ നല്ല രീതിയിലേക്ക് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ വലിയൊരു ഷിഫ്റ്റ് കൊണ്ടുവരാനും അതൊരു തുടക്കമാവട്ടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വലിയ ജേണിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്ക് കൂടുതൽ ഷെയർ ചെയ്യാൻ ഈ ഒരു സമയത്ത് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നങ്ങനെ എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ കൂടുതൽ പറയണം, അല്ലെങ്കിൽ ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് നിങ്ങൾക്ക് സാറടുത്ത് കാണണം അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച ആളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഒരു ബിഗ് താങ്ക്സ് സാറിന്റെ അടുത്ത്. സാറെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഹാപ്പി ദാറ്റ് വി കുഡ് ഡു ദിസ്. അതേപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് യുവർ ബെസ്റ്റ് ടെക്നിക്ക്? നിങ്ങൾ പഠിച്ച ഏറ്റവും നല്ല ടെക്നിക്ക് എന്താ? നിങ്ങൾ നമ്മുടെ ഈ ഒരു കോഴ്സിൽ നിന്ന് പഠിച്ച ഏറ്റവും നല്ല ടെക്നിക്ക് എന്താ? EFT എന്നുള്ളൊരു ഇതാണ് ഇപ്പോ ഞാൻ ഇതിൽ വന്നതിന് ശേഷം കൂടുതലായിട്ട് പഠിച്ചത്. ഓക്കെ. സോ ആ EFT എന്ന് പറയുന്ന ടാപ്പിംഗ്, അതെനിക്ക് മനസ്സിലായി. EFT ടാപ്പിംഗ് ആണ് നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് മനസ്സിലായി. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, അതിൽ ഏത് പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആയത്? EFT ടാപ്പിംഗ് ട്രോമ ഹീലിംഗ് ടാപ്പിംഗ് ആണോ, അതല്ല ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന ടാപ്പിംഗ് ആണോ, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ലവിന്റെ പ്രാക്ടീസസ് ആണോ? വിച്ച് വൺ യു ലവ് ടു മോസ്റ്റ്? അത് നിങ്ങൾക്ക് റിസൾട്ട് ഏറ്റവും കൂടുതൽ ഭയങ്കര ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് തന്നത് ഏതാണ്? ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത് ഫോർഗീവ്നെസ് ആണ്. ഫൊർഗീവ്നെസ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഫൊർഗീവ് ചെയ്ത കാര്യമാണോ, അതല്ല നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്ത കാര്യമാണോ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയത്? ഞാൻ മറ്റുള്ളവർക്ക് ഇപ്പോ ഞാൻ ആദ്യം തന്നെ ഫോർഗീവ് ചെയ്ത് കൊടുത്ത എന്റെ ഫാദറിനാണ്. ട്രോമാസ് വന്നത് നമ്മള് ചില സമയത്തൊന്നും എനിക്ക് സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫാദറിന്റെ അടുത്ത് തന്നെ എനിക്ക് ആ ഒരു സമയത്തൊക്കെ റിയാക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് പോയപ്പോ തന്നെ കുറെ നമുക്ക് ഹീലിംഗ് ആയിട്ടുണ്ട്. വെരി ഗുഡ്. അതായത് ആ ഒരു എന്താ പറയാ, ആ സമയത്ത് നമ്മൾ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, കാരണം ഇൻട്രോവേർട്ട് ആണെങ്കിലും പൊതുവേ ഉള്ള ഒരു സംഗതി ഉണ്ട് കേട്ടോ. പല ആൾക്കാർക്കും എന്താ വെച്ചാൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഈ ഫ്രീസ് മോഡിൽ നിന്ന് സഹിച്ച് ഒരു സമയത്ത് നമ്മൾ പൊട്ടിത്തെറിക്കും. എന്നിട്ട് നമുക്ക് അതിന്റെ വിഷമം ഉണ്ടാവും പിന്നീട്, അല്ലെ? നമുക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റ് ഫീൽ ചെയ്തേക്കാം, പെയിൻ ഫീൽ ചെയ്തേക്കാം. ദാറ്റ് വിൽ ബി റിയലി പെയിൻഫുൾ. അപ്പൊ ആ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം ഫൊർഗീവ് ചെയ്യാനും അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാനും സംഗതികൾക്ക് ഹീൽ ചെയ്യാനും ഫീൽ ചെയ്യാനൊക്കെ പറ്റി. വെരി ഗുഡ് തിങ്. വെരി ഗുഡ് തിങ്. എത്ര പ്രാക്ടീസസ് ചെയ്തിട്ടുണ്ടാകും? ഫൊർഗീവ്നെസ് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്? പിന്നെ നമുക്ക് ഒരു ടൂളാണ് കയ്യിലുള്ളത്. എങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോ അതെടുത്തിട്ട് ഹീൽ ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അപ്പൊ എനിക്ക് തോന്നിയത് നമുക്ക് പുതിയതായിട്ട് ഒരു ടൂള് കിട്ടിയ പോലെ.
എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് ആ സമയത്ത് ഇതേപോലെ ചെയ്താൽ മതി. മായാവീര കയ്യിലെ മാന്ത്രിക വടി പോലെ എന്തെങ്കിലും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ എടുത്തിട്ട് ടാപ്പ് ചെയ്യാം അല്ലേ? സി ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ, ഈ ഒരു ടൂള് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇരുന്ന് ടാപ്പ് ചെയ്യാം. സിംപ്ലി ദ മോർ യു ഡു ഇറ്റ് വാട്ട് ഹാപ്പൻസ് ലൈക്ക് കുറേ ലൈക്ക് ഇപ്പൊ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഇത് പഠിപ്പിക്കുന്ന ഒരാളെന്ന് നിലയ്ക്ക്. ഞാൻ ഫുൾ ടൈം ഇതിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, ഞാനായിക്കോട്ടെ, നമ്മുടെ മെന്റേഴ്സ് ആയിക്കോട്ടെ, ഞങ്ങൾ എല്ലായ്പ്പോഴും ഇതിൽ കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂള് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്താ പറയുക, എനിക്ക് മന്തിൽ ഒരു മാസത്തിൽ പലതവണ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതല്ലാതെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഇതിന് പുറമെ നമുക്ക് എപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം സോ ബ്ലെസ്ഡ് ബിക്കോസ് അത് അങ്ങനെ ആ പ്രാക്ടീസ് ചെയ്ത് ഐ ആം ബിക്കെയിം കാം. ഞാൻ ഒരുപാട് കാമായി മാറി. ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഐ വാസ് സോ അഗ്രസീവ് ആൻഡ് ലൈക്ക് കുറച്ച് അഗ്രസീവ് ആയിരുന്നു. എൻ്റെ സംസാരങ്ങൾ അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് പല ആൾക്കാർക്കും എൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ അറിയാം. സോ നൗ ഐ ബിക്കെയിം ലൈക്ക് മോർ കാം. ഞാൻ ഇന്നലെ ചിന്തിച്ചിട്ടുണ്ട് ഐ ആം സോ കാം ബിക്കോസ് അത്രയും തവണ നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ടും പാർട്ടായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇത് ടാപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ എ ലോട്ട്. അപ്പം ശരിക്കും ഇത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുന്നതോ ഒക്കെ അതിന്റെ പാർട്ടായിട്ട് നമുക്കിത് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാം. എവറിഡേ ലൈഫിൽ നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ ഡെഫിനറ്റ്ലി എപ്പോൾ ഒരു നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടോ, ജസ്റ്റ് ഇരിക്കുന്നു ടാപ്പ് ചെയ്യും. ഇത് പണ്ടുണ്ടായിരുന്നില്ല. പണ്ടുണ്ടായിരുന്ന സംഗതി എന്ന് പറയുന്നത് മെഡിറ്റേഷൻ മാത്രമാണ്. മെഡിറ്റേഷൻ മാത്രം ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എഫക്റ്റ് ഉണ്ട്, പക്ഷേ ഇത്ര ഫാസ്റ്റ് ആയി റിസൾട്ട്. പറഞ്ഞോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്താണ് ലൈക്ക് ഇതിനു മുൻപ് നിങ്ങൾ ഫസ്റ്റ് മെഡിറ്റേഷനിലാണ് നമ്മൾ ഇതിൽ വന്നത്. മെഡിറ്റേഷനിൽ വന്നു, കുറേ ചേഞ്ചസ് നിങ്ങൾക്ക് കിട്ടി, പക്ഷേ ഡിഫറെന്റ് മെഡിറ്റേഷൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷെ കുറച്ച് ദിവസത്തിന് ശേഷം പിന്നീട് നിങ്ങൾ ചിന്തിച്ചു, ഓക്കെ EFT ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ആ EFT ഒന്ന് ചെയ്തു നോക്കാം എന്നുള്ള ചിന്തയിൽ വന്ന് EFT ചെയ്തപ്പോൾ EFT മെഡിറ്റേഷനും തമ്മിലുള്ള ബെനിഫിറ്റ്സിന്റെ റിസൾട്ടിന്റെ ഒരു ഡിഫറൻസ് എന്താ തോന്നിയത്? നല്ല മാറ്റമുണ്ട് നമ്മൾ EFT ആയിട്ട് ചെയ്യുമ്പോൾ. നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ മാറ്റം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോ കോൺഫിഡൻസ് ലെവലും എല്ലാം നമുക്ക് പെട്ടെന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഞാന് ഇപ്പൊ മുമ്പാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ പിന്നെ എഴുതിയിരുന്ന ചെയ്തിരുന്ന ആളാണ്. ഓക്കെ. ഇപ്പൊ നമ്മള് ചെയ്യുമ്പോ പെട്ടെന്ന് അതൊരു വരുന്ന പോലെ തോന്നുന്നുണ്ട്. എന്ത് വരുന്ന പോലെ? ഉള്ളിൽ നിന്ന് ഫ്ലോ വരികയാണോ? എഴുത്തിന് വേണ്ടി അത് എഴുതാൻ പറ്റുന്നു എന്നാണോ? നമ്മള് എഴുതുന്നത് തന്നെ പെട്ടെന്ന് ഒരു പുറത്ത് അതിന്റെ ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പുറത്ത് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റുന്നു, മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതൊരു വലിയൊരു പോയിന്റാണ്. കാരണം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ പെർസെപ്ഷൻസ് ചേഞ്ച് ആകും. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേയൊക്കെ റിസൾട്ട് ചേഞ്ച് ആവുമെങ്കിലും നമ്മുടെ എനർജി ചേഞ്ച് ചെയ്യുന്നതിൽ EFT എന്ന് പറയുന്നത് പ്യൂർലി ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും മേജർ ലെവലിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു സാധനം നമ്മുടെ എനർജിയാണ്. EFT എന്ന് പറയുന്നത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. വാട്ട് ഈസ് ഇമോഷൻ? എനർജി ഇൻ മോഷൻ ആണ് ഇമോഷൻ. നമ്മുടെ ഇമോഷണൽ ഫ്രീഡം ടെക്നിക് ആണല്ലോ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മൾ ഫ്രീ ആക്കുന്നു, അതിന്റെ ടെക്നിക്കാണ് EFT. അപ്പൊ നമ്മൾ നമ്മുടെ ഈ ഇമോഷൻ ചേഞ്ച് ആകുമ്പോൾ എന്താ സംഭവിച്ചാൽ, ഇമോഷൻ എന്ന് പറയുന്നത് എനർജി ഇൻ മോഷനാണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എനർജി വളരെ ഡയറക്റ്റ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ആകും. നമ്മളിലധികം ആൾക്കാരുടെയും ലൈഫിൽ നമ്മുടെ എനർജി സ്റ്റക്കായി കിടക്കുന്നതാണ് നമ്മുടെ ലൈഫ് സ്റ്റക്കാവാൻ കാരണം, നമ്മുടെ ലൈഫ് സ്ട്രഗിൾ ചെയ്യാൻ കാരണം, നമ്മുടെ ലൈഫിന് ഒരു ഫ്ലോ കിട്ടാത്തത്, ലൈഫിന്റെ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ലൈഫിൽ ഒരു കൈൻഡ് ഓഫ് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഗ്രോ ചെയ്യാൻ കഴിയാത്തതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ എനർജി സ്റ്റക്കാവുന്നതാണ്. എനർജി എങ്ങനെ സ്റ്റക്കാവും? നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ചാർജുകൾ, ട്രോമാസ്, കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ എനർജി ആ ഒരു പെർട്ടിക്കുലർ നെഗറ്റീവ് ഇൻസിഡന്റ് ഉണ്ടായതിന്റെ പേരിൽ ആ ട്രോമയിൽ അത്രയ്ക്കും പെയിൻഫുൾ ആയതുകൊണ്ട് അവിടെ അങ്ങോട്ട് കിടക്കുക. സോ നമ്മുടെ ശരീരത്തിലൂടെ എനർജി എപ്പോഴും ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രക്തം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൽ ഓരോ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുന്നത് പോലെ, ഓക്കെ,
തിരിച്ച് ഇങ്ങോട്ടും പമ്പ് ചെയ്യുന്നത് പോലെ ബ്ലഡ് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആ പ്രോസസ്സ് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ ഡെയിലി നടക്കുന്ന ഒരു പ്രോസസ്സ് ആണെന്ന് വെച്ചാൽ എനർജി സപ്ലൈ എന്ന് പറയുന്നത്. എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ അവയവങ്ങളിൽ എനർജി സഞ്ചരിക്കുന്നതെന്ന് വെച്ചാൽ ആ എനർജി സഞ്ചരിക്കുന്നതിന് ഒരു ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമോഷണൽ ബ്ലോക്ക് അല്ലെങ്കിൽ എനർജി ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ എനർജി ബ്ലോക്കാണ് നമ്മുടെ ലൈഫിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള എനർജികളാൽ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നതിന് ഒക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും വന്ന് സംഭവിക്കാൻ നല്ല നല്ല കാര്യങ്ങൾ, നല്ല അവസരങ്ങൾ, നല്ല വ്യക്തികൾ, നല്ല അറിവുകൾ, നല്ല ബിസിനസ്സുകൾ, നല്ല കസ്റ്റമേഴ്സ്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന നല്ല എല്ലാ വസ്തുക്കളും ഇത് നമ്മളിലേക്ക് വരാൻ തടസ്സമാക്കുന്നത്, അതിന് മാച്ച് ആകുന്ന എനർജി ഫ്ലോ നമ്മളിൽ നടക്കുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഫ്ലോ നമ്മളിൽ നടക്കാതിരിക്കുന്നു, നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ഫ്ലോ ഉണ്ടാകുന്നു, വിച്ച് ഈസ് കോൺഫ്ലിക്റ്റിംഗ്. അതൊരു കോൺഫ്ലിക്റ്റിംഗ് എലമെന്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക, ഹീലിംഗ് അല്ലെങ്കിൽ EFT ടാപ്പിംഗ് ചെയ്യുമ്പോൾ EFT ടാപ്പിംഗ് ഡയറക്ട്ലി വർക്കിംഗ് വിത്ത് യുവർ എനർജി. മെഡിറ്റേഷൻ അത്ര ഡയറക്റ്റ് അല്ല. ഓക്കെ, ഇറ്റ് ഈസ് വർക്കിംഗ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഫാസ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഡീപ്പ്. എത്ര പേർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്? ഓൾറെഡി കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എത്ര പേർക്ക് EFT ഭയങ്കര ഡീപ്പാണ്, ഭയങ്കര ഡെപ്ത്, ആഴത്തിൽ വർക്ക് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, ക്വിക്കായിട്ട് വർക്ക് ചെയ്യുന്നു? എത്ര പേർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് കമന്റ് ഔട്ട്, ജസ്റ്റ് കമന്റ് ഔട്ട്. യെസ്, ഒരുപാട് പേര് പറയുന്നു യെസ് ഇറ്റ് ഈസ് ട്രൂ. വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഇതുവരെ കോഴ്സ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് ദ പവർ ഓഫ് EFT. എന്ത് ചെയ്യണം? വളരെ ഫാസ്റ്റായിട്ട് എനർജി ലെവൽ ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ അതാണ് ഇബ്രാഹിമിന് സംഭവിച്ചത്. റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നു, മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ്, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു, റിസൾട്ട് പെട്ടെന്ന് വരും. എന്തൊക്കെയാണ് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് ഇബ്രാഹിം പെട്ടെന്ന് വന്ന റിസൾട്ട് വന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാമോ? ഞാനിപ്പോ എൻ്റെ ഒരു ഡ്രീം കാറ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2 വീക്സ് മുമ്പ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റി. പിന്നെ അതേപോലെ കോഴ്സ്, പുതിയ അവസരങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2-3 കോഴ്സുകൾ സംസാരിച്ചിട്ട് ഓക്കെ ആയിട്ടുണ്ട്. അതായത് പുതിയ ബിസിനസ് അവസരങ്ങളിൽ നിങ്ങൾക്ക് ടൈപ്സുകളും കൊളാബറേഷനും അസോസിയേഷനും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, സംസാരിക്കുന്നു, അതിനൊരു തടസ്സമില്ലാതെ അത് വളരെ എസ് ആയി മാറുന്നു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. പിന്നെ ഫാമിലി റിലേഷൻഷിപ്പ്, ഇതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബ്രദർ ഹഗ് ചെയ്തു, അതൊക്കെ നമ്മള് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് എഴുതിയുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. അതായത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഈ പറഞ്ഞ ഫാമിലി റിലേഷൻഷിപ്പ് ബെറ്റർ ആവാനും എല്ലാവരും സ്നേഹം പ്രകടിപ്പിക്കാനും എങ്ങനെയാ നിങ്ങൾ അത് എഴുതിയിരുന്നത്? ലൈക്ക് ക്യാൻ യു ഗിവ് മീ സം എക്സാമ്പിൾസ്, ലൈക്ക് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്നത് എങ്ങനെയാണ്? അതിൽ എന്താ എഴുതിയിരുന്നത്? ഏത് വേർഡാണ് അതിൽ ഉപയോഗിച്ചിരുന്നത്? സെന്റൻസ് എങ്ങനെയായിരുന്നു? അതായത് നമ്മള് ആ ഒരു ആഗ്രഹിച്ച പോലെ നമുക്ക് അവരുടെ അടുത്ത് നിന്നൊക്കെ ആ ഒരു സ്നേഹം കിട്ടി എന്നുള്ള രൂപത്തിലാണ് ഞാൻ എഴുതിയത്. ഓക്കെ, അതായത് ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും എനിക്ക് സ്നേഹം ലഭിച്ചു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ഇതാണ് എഴുതിയത്? അതെ. വെരി ഗുഡ്, വെരി ഗുഡ്. സോ അത് എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട്? അത് നമ്മളിപ്പോ ഒരു 1 മന്തിന്റെ മേലെ ഇപ്പോ എഴുതിയിട്ടുണ്ട്. ഒരു അപ്പോഴാണ് ലൈഫിൽ ഇത്രയും കാലമില്ലാതെ ബ്രദർ നിങ്ങളെ ഹഗ് ചെയ്യുന്നു, ഹഗ് ചെയ്തിട്ട് പോയിട്ട് വരാന്ന് പറയുന്നു. അത് ഒരു ഭയങ്കര ഇമോഷണൽ എക്സ്പീരിയൻസ് ആയി മാറി അല്ലേ? അത് അതുവരെ കിട്ടാത്ത ഒരാൾക്ക് അത് തീർച്ചയായിട്ടും ഭയങ്കരം, വളരെ എന്താ പറയുക, വാല്യുബിൾ ആയിട്ടുള്ള പ്രഷ്യസ് മൊമെന്റ് ആണ്. എനിക്കറിയാം, എനിക്ക് എൻ്റെ ഫാദറിനെ എനിക്ക് ഹഗ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഞാൻ ഈ ഒരു EFT അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ ചെയ്ത ഉടനെയാണ് എൻ്റെ വീട്ടിലാരും ഇതേപോലെ ഉമ്മാനെ ചുംബിക്കില്ലായിരുന്നു, കിസ് ചെയ്യില്ലായിരുന്നു, ചുംബനം നൽകില്ല, സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം നൽകി, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അതേപോലെ തന്നെ ഉപ്പാനയും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനാണത് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു കേട്ടോ, ഞാനത് അഹങ്കാരത്തോടു കൂടി, എൻ്റെ ഒരു വലിയൊരു അഹങ്കാരത്തോടു കൂടി ഞാൻ പറയാണ്,
ഒരു ഘട്ടത്തിൽ ഞാനിതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ സിനിമയിലും ഇതിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര കൊതിയാകുമായിരുന്നു. അവർ നമ്മളൊന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ, അവരെ കൈപിടിച്ച് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷേ പിന്നീട് വലുതായതിനു ശേഷം നമുക്ക് തീരെ പറ്റുന്നില്ല. പക്ഷെ ഞാനിതൊക്കെ പഠിച്ചിട്ട് ഞാൻ പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് ഞാനിങ്ങനെ വിഷ്വലൈസേഷൻ കൊടുക്കും മനസ്സിൽ. ഞാൻ അവരെ ഹഗ് ചെയ്യുന്നതും ചെയ്യുന്നതും അങ്ങനെ അവസാനം ഞാൻ ഒരു ദിവസം പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഉമ്മാനെ ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുകയും പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളവരും കൂടെ അത് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മറ്റുള്ള സിസ്റ്റേഴ്സും ഇവരൊക്കെ അത് ചെയ്യാൻ തുടങ്ങി. അത് അതേപോലെ തന്നെയാണ് ഫാദറിനായിട്ട്. അപ്പം അത് അവരും ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി എല്ലാവർക്കും ഒരു എനർജി ബ്ലോക്കാണ്. എനർജി ഒരു കൈൻഡ് ഓഫ് എനർജി അവിടെ അങ്ങോട്ട് എത്തുമ്പോൾ അതങ്ങോട്ട് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ അതങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ലൈക്ക് എ വിയേർഡ് എനർജി ബിക്കോസ് ഇറ്റ്സ് എ ബ്ലോക്ക്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഹീലിംഗ് ഒരുപാട് ചെയ്യുമ്പോൾ, ടാപ്പിംഗ് കാര്യങ്ങളൊക്കെ ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്തിട്ട് ആ എനർജി ബ്ലോക്ക് ഒരു വല്ലാത്തൊരു തടസ്സമാണല്ലോ അവിടെ, നമുക്കത് ചെയ്യാൻ പറ്റാതിരിക്കാൻ തുടങ്ങും. ഡെഫിനറ്റ്ലി അതൊക്കെ നമുക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും നല്ല രീതിയിൽ നടക്കുന്നു അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ഇബ്രാഹിമിന് ഇനി എന്തെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിൽ ഈ ഒരു ഇതിൽ ആരോടാണ് നന്ദി പറയാനുള്ളത്? ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതിൽ ആരോടാണ് നന്ദി പറയാനുള്ളത്? ഒരുപാട് ആളുകളുണ്ട്. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ദൈവത്തിനോട് ശരിക്കും ഞാൻ ഇന്നലെ സാറിന്റെ ഒരു ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില ട്രോമാസ് ആണ് നമ്മളെ അടുത്തൊരു ഘട്ടത്തിലോട്ട് എത്തിക്കുന്നുള്ളത്. ശരിക്കും എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യം. അപ്പൊ ഇങ്ങനത്തെ ഒരു ട്രോമാസും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയതും വന്നതും. ഓക്കെ. അതായത് നിങ്ങൾ ട്രോമ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തോട് വരെ, അല്ലെങ്കിൽ അത് നൽകിയിട്ടുള്ള ആളോട് വരെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ? സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചില ട്രോമാസ് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന്, സോ ഡെഫിനറ്റ്ലി യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഫാമിലി. ഓക്കെ, ഹു എൽസ്? വേറെ നിങ്ങൾ ഈ ഹീലിംഗ് ജേർണിയിൽ ആരോടാണ് നിങ്ങൾക്ക്, ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് ആരോടൊക്കെയാണ് എന്ന് പറയുന്നത്? പിന്നെ തന്നെ ഇങ്ങനെ ഒരു അവസരം എന്ന സാറിന്, പിന്നെ അതേപോലെ നമ്മളെ പേഴ്സണൽ മെന്റർ, പിന്നെ ഈ ഒരു ടീം എല്ലാവർക്കും, പിന്നെ യൂണിവേഴ്സിന്, നിങ്ങളുടെ വൈഫിന്, അതെ, ഇല്ലേ, നിങ്ങളുടെ ബ്രദറിന്, ഫോർ എവരി വൺ. ഫാദർ, മദർ, എല്ലാവരും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിനൊക്കെ അപ്പുറത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആവേണ്ടത് നിങ്ങളോട്. അതെ. Yeah, so that's the most important part, and I'm so grateful that the way you showed up ഇന്നിവിടെ വന്നിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിന്, I'm really proud of you. It's not a small thing. എനിക്കറിയാം. ഇതാണ് കൂടുതൽ സംസാരിക്കാന് ഞാനിങ്ങനെ ട്രൈ ചെയ്ത് വരുന്നുള്ളൂ. കുറെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഇനിയും ഒരുപാട് പറയാനുണ്ട്, ഉള്ളിൽ ഒരുപാടുണ്ട് അല്ലേ? അപ്പൊ പരിചയമില്ലാത്തൊരു ഭാഷ സംസാരിച്ച് പഠിച്ചു വരുന്ന പോലെയാണ് ഇതൊരു പരിചയമില്ലാത്തൊരു ആക്ടിവിറ്റിയാണ്. ഇതിങ്ങനെ അതിലേക്ക് വന്നിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് വരും. ഐ ക്യാൻ സീ ദാറ്റ്, ആൻഡ് ദാറ്റ്സ് വൈ ഐ ഡോണ്ട് നോ, ഐ തിങ്ക് ഇന്ന് ഞാനിപ്പോ ഇവിടെ ഐ തിങ്ക് ഐ ആം ഹെൽപ്ഫുൾ ഹിയർ ദാറ്റ് വി ക്യാൻ ടോക്ക്. നമ്മളെന്താ വെച്ചാൽ അതിൽ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക സപ്പോർട്ട്, അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ദിസ് ഈസ് നീഡഡ് ആക്ച്വലി. ഒരുപാട് ആൾക്കാർക്ക് എന്താ വെച്ചാൽ ദേ വാണ്ട് ടു സേ ലോട്ട് ഓഫ് തിങ്സ്. ഒരുപാട് ആൾക്കാർക്ക് പലതും പറയാനുണ്ട്, ഒരുപാട് ഷെയർ ചെയ്യാനുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു സംഗതി, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, ഇറ്റ്സ് എ വെരി ഗുഡ് ഫീലിംഗ്. ഐ എം സോ ബ്ലെസ്ഡ് ഫോർ ദാറ്റ്. പണ്ട് ഇതേപോലെ എന്ന് വെച്ചാൽ ഞാൻ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ടാണ്. ഞാൻ ഈ സെഷനൊക്കെ എടുക്കുമെങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഞങ്ങൾക്ക് എന്താ പറയുക, ഞാൻ ഒരുപാട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാളാണ്, ഞാൻ ഒരുപാട് ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ പല കാര്യങ്ങളും പക്ഷെ എനിക്കത് ഷെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്കത് ഈസിയായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ഞാൻ മാറി. ഞാൻ സ്കൂളിൽ എക്സ്ട്രോവേർട്ട് ആയിരുന്നില്ല, എല്ലാവരോടും സംസാരിക്കുമായിരുന്നില്ല. സ്കൂളിൽ ഒരു ചോദ്യം ചോദിക്കാൻ, ഒരു ടീച്ചറോട് എണീറ്റ് എന്നൊരു ചോദ്യം ചോദിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല.
അതേപോലെ തന്നെ എനിക്ക് ഒരു കലോത്സവത്തിലോ പ്രോഗ്രാമുകളിലോ പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. എന്തിൽ പങ്കെടുക്കണം എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഐ ബിക്കെയിം ദ സെന്റർ ഓഫ് അറ്റൻഷൻ. എന്നിട്ട് അത് ആലോചിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ടെൻഷൻ വന്നിട്ട് എന്തൊക്കെയോ ഉള്ളത് സംഭവിച്ചിട്ട് എനിക്കതങ്ങ് ചെയ്യാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഐ വാണ്ടഡ് ടു ഡു ലോട്ട് ഓഫ് തിങ്സ്. എനിക്ക് ഇപ്പോൾ പോലും ചില സമയങ്ങളിൽ എന്താ പറയുക, ഈ പറഞ്ഞിരിക്കുന്ന കൈൻഡ് ഓഫ് ഇൻട്രോവേർഷൻ സംഭവിക്കാറുണ്ട്. ചില സ്ഥലത്തൂടെ നമ്മൾ പോകുമ്പോൾ അതിലൂടെ അങ്ങ് പോകുന്ന സമയത്ത് എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നൽ അങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് സിറ്റുവേഷനിലേക്ക് പോകും. ദാറ്റ് ഇസ് വെരി വെരി അൺഈസി സിറ്റുവേഷൻ ആൻഡ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ കുറേ ഏരിയയിൽ ഞാനത് മറികടന്നു. എനിക്ക് എൻ്റെതായിട്ടുള്ള ചില ഏരിയാസിൽ കംഫർട്ടബിൾ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, the more you heal, the more you can express your feelings, your thoughts, your emotions, and you can be creative, you can be confident. വളരെ ധൈര്യത്തോടു കൂടി കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇബ്രാഹിം. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ഞാൻ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, the thing is you are not alone, first of all. The thing is we all in the same journey. We can work, we can one by one നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വരാം. നല്ലൊരു സെഷൻ ആയിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്ക് എന്നെപ്പോലെ ഒരാളെ കണ്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നെപ്പോലെ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു സമയത്ത് ഞാനിങ്ങനെയായിരുന്നു. ഇബ്രാഹിം കുറേ കഴിയുമ്പോൾ ഇനി എന്നെക്കാട്ടിലും കൂടുതൽ സംസാരിക്കുന്ന, കൂടുതൽ ബോൾഡായിട്ട് സംസാരിക്കുന്ന, കൂടുതൽ പവർഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറണം. ഇബ്രാഹിം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇബ്രാഹിം അതിലേക്ക് എത്താൻ സാധിക്കട്ടെ. അതിൻ്റെ ബേബി സ്റ്റെപ്സ് എടുത്ത് ഇപ്പം തന്നെ ധൈര്യത്തോടു കൂടി, കഴിഞ്ഞ മാസം തന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ വന്നിട്ട് ഒരു മാസം കൊണ്ട് ഇത്രയും ധൈര്യം കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എത്തും. എങ്ങനെ ഒരു പബ്ലിക് സ്പീക്കർ ആവാനുള്ള കൂടി ഉണ്ട് എന്റെ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡിൽ. അതിന്റെ ഒരു ഫസ്റ്റ് ആക്ഷൻ ആണ് ഇപ്പൊ ഞാൻ എടുത്തത്. ഫാന്റാസ്റ്റിക്, അടിപൊളി. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണല്ലോ. ബിക്കോസ് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ ഇത്രയും വന്നിട്ട് പബ്ലിക് സ്പീക്കർ ആവണം എന്ന് ആഗ്രഹിക്കുകയും അതിനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഓടി വന്നിട്ട് അതിനാ ഒരു എന്താ പറയുക, ഇത്രയും ചലഞ്ചിങ് ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ വന്നിട്ട് ഷെറിൽ എത്രയോ ആൾക്കാരുണ്ട്. ഞാൻ ഭയങ്കര രസകരമായ ഒരു കാര്യം പറയാം. ഐ ടെൽ യു, ബിക്കോസ് ഹൗ ബോൾഡ് യു ആർ ആൻഡ് ഹൗ കോൺഫിഡൻറ്റ് യു ആർ. നിങ്ങളിപ്പോൾ കാണിച്ചിരിക്കുന്ന ധൈര്യം എത്രത്തോളം ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. കാരണം ഇതാണ് വേണ്ടത്. നമുക്കൊരു അവസരം കിട്ടുന്ന സമയം നമ്മൾ ചാടി കയറിയിടണം. പലരോടും ഞാൻ പറയാറുണ്ടെന്ന് വെച്ചാൽ, ഓക്കെ നിങ്ങൾ മോർണിംഗ് ക്ലാസ് എടുക്കണം. എൻ്റെ ടീമിലുള്ള ആൾക്കാരടക്കം പലരോട് ഞാൻ പറയും മോർണിംഗ് ക്ലാസ് എടുക്കണം. അപ്പോൾ ഈ മോർണിംഗ് ക്ലാസ് എടുക്കാൻ ഭയങ്കര പ്രയാസമാണ് പലർക്ക്. ഓക്കെ, അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കണം, വീഡിയോയിൽ വരണം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇവർക്കൊന്നും ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ച അത്ര പെയിൻ ചിലപ്പോൾ ചിലപ്പോൾ ഇവർക്കുണ്ടാകാം. ഓരോരുത്തരുടെ പെയിൻ അവർക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അവിടെയാണ് എന്താ വെച്ചാൽ യു കെയിം ഫോർവേഡ് വെൻ യു ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് യു ആർ റൈറ്റിംഗ്. നിങ്ങൾക്കൊരു പബ്ലിക് സ്പീക്കർ ആവും. ഒരു വിധം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ പറയാത്തൊരു സാധനമാണ്, അല്ലെങ്കിൽ എടുക്കാത്തൊരു തീരുമാനം. എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് ഞാനത് എന്ത് ചെയ്യാം, എഴുത്തിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ ഞാനത് എന്ത് ചെയ്യാം, വേറെ രൂപത്തിൽ ചെയ്തോളാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിന്റെ ക്വയറ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനം വന്ന് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യാണ്. ദിസ് ഈസ് കോൾഡ് സ്ട്രെച്ചിങ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. നമ്മൾക്ക് എന്താണോ നമുക്ക് പേടിച്ച് നിൽക്കുന്നത് ആ കാര്യം പേടി ചെയ്യാം. ഏറ്റവും പേടിക്കുന്നത് എന്താണോ അതിലേക്ക് എടുത്ത് ചാടിയിട്ട് പോയി ചെയ്യാം. ആൻഡ് ദാറ്റ്സ് വാട്ട് യു ഹാവ് ഡൺ. അല്ല സാർ, ഒരു കാര്യം പറയട്ടെ. ഇബ്രാഹിം സാറിന് ഇപ്പൊ തന്നെ സ്പീക്കർ ആകാൻ സാധ്യത ഉണ്ട്. എന്താ പറഞ്ഞാല് ഇന്നിപ്പോ ഒരു മീറ്റിംഗ് അവിടെ നടക്കേണ്ട, അയാളുടെ ചെന്നിട്ട് ഇന്ന് ഈ മീറ്റിങ്ങിൽ എന്താണ് ഇവിടെ ആവശ്യം അത് തേടി പിടിച്ചിട്ട് അതങ്ങോട്ട് പറഞ്ഞുവിട്ടാല് പിന്നെ വിഷയം ഇല്ലാതെ നിൽക്കൂല. ഏത് മീറ്റിംഗ് പോയാലും അവിടുത്തെ പോരായ്മകൾ പറയാനുണ്ടാവും. ഏത് രാജ്യത്ത് പോയാലും ഏത് മീറ്റിംഗ് പോയാലും അപ്പൊ പോരായ്മകൾ അങ്ങോട്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് പറയട്ടെ. ചെറിയ കുട്ടികളോട് പറയും പോലെ ഇതിങ്ങനെ ഒന്നും ആയാൽ പോരാ, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ പോരാ, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യണം. എന്താ നിങ്ങൾ കാല് നീട്ടി സദസ്സിൽ കാല് നീട്ടിയിരിക്കാൻ പാടുണ്ടോ എന്നൊക്കെ അങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞുവിട്ടാ വരെ ചോദിക്കാനാണ് സാറിന്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും പരിക്കുട്ടി സാർ എന്ന് വെച്ചാൽ ജസ്റ്റ് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ടിപ്സ് പറഞ്ഞു തരാണ്. ഇനിയും വിഷയങ്ങളെ പറ്റിയൊക്കെ പറയാം. വിഷയങ്ങൾ ഇല്ലാതിരിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ പോരായ്മകൾ എടുത്ത് പറയാം, അതല്ലെങ്കിൽ പ്ലസുകൾ എടുത്ത് പറയാം. പല വിഷയങ്ങളും നമുക്ക് സംസാരിക്കാം. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. എന്നും ഉള്ളതുപോലെ ഒരുപാട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന, വളരെ കൂളായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരാളിൽ നിന്ന്
വ്യത്യസ്തമായ ശബ്ദമായിരുന്നു ഇന്ന്, വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന്. ഇറ്റ് വാസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഹാവിങ് വിത്ത് യു ഓൺ ടുഡേയ്സ് സെഷൻ. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളിവിടെ വന്നതിനും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹോപ്പ് തന്നൊരു ദിസ് ഈസ് ആൾസോ ആൻ ഇൻസ്പിറേഷൻ, ദിസ് ഈസ് ആൾസോ എ ഹോപ്പ്. അതായത് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾ EFT ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ മാറും, ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തിന് ധൈര്യം വരും, ഏതെല്ലാം രീതിയിൽ അദ്ദേഹം ഇനി ഇവിടുന്ന് അങ്ങോട്ട് റിസ്ക് എടുക്കും, ഏതെല്ലാം രീതിയിൽ ഷിഫ്റ്റ് ആകും. റിയലി പ്രൗഡ് ഓഫ് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നിങ്ങൾ അഡ്വാൻസ് പ്രോഗ്രാം ചെയ്തിരുന്നോ? ഒരാൾ ചോദിക്കുന്നുണ്ട്. ചെയ്തിരുന്നു? ഇല്ല, ഞാൻ ചെയ്യും തീർച്ചയായിട്ടും. എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ ഈ കോഴ്സിന്റെ ഒക്കെ കാര്യങ്ങൾ ഞാൻ മാമിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഇതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എന്തായാലും ചെയ്യും തീർച്ചയായിട്ടും. യെസ്, ഫെബിന മാം ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്രീഷിയേറ്റ് കറേജ് ടു ഷെയർ യുവർ ഇൻസ്പയറിംഗ് സ്റ്റോറി. താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ സെഷൻ, കീപ് ഗോയിങ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഇനി ഫൈനലി കോഴ്സ് ജോയിൻ ചെയ്യാത്ത ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ഇതിന് കോഴ്സിന് ഫീ കൂടുതലാണ്, അല്ലെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ക്യാഷ് ഇങ്ങനെയൊക്കെ ഉള്ള ഫീലിങ്സുള്ള ആൾക്കാരുണ്ടാവും പലരും. അവരോട് എന്താണ് ഇബ്രാഹിം പറയാനുള്ളത്? വട്ട് ഈസ് യുവർ വട്ട് യു വാണ്ട് ടു ഷെയർ? ഇബ്രാഹിം കാണുന്നില്ല. ഓക്കെ, പറഞ്ഞോളൂ. എന്താ പറയാനുള്ളത്? കോൾ വന്നു തോന്നുന്നു അല്ലേ? പറഞ്ഞോളൂ. ഫൈനലി എന്താണ് പറയാനുള്ളത്? കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ച് ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവരോട് എന്താ പറയുക? ഞാനും ഇതുപോലെ മടിച്ചു നിന്നിരുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ ഇതുപോലെ ഒരുപാട് ആളുകൾ വന്ന് പറയുന്നുണ്ടായിരുന്നു വന്നു കഴിഞ്ഞാല് മാറ്റം വരുന്നുള്ളത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വന്നു കഴിഞ്ഞാല് ഒരു മാറ്റം ഉണ്ടാവും. നമ്മളെ ഈ ചില കാര്യങ്ങൾ അനുഭവിച്ച് അറിയേണ്ടതാണ്. നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഫീലിങ്ങിനേക്കാളും കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം കിട്ടുന്ന ചില കാര്യങ്ങളാണ്. ആ രീതിയിൽ പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ ആ രീതിയിൽ വന്നിട്ട് അത് പിന്നെ ശരിക്കും പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കിട്ടുക. നമ്മള് ആഗ്രഹിച്ചിരുന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യാൻ, നിങ്ങൾക്ക് ഇത്രയും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു തോന്നുന്നു. ഈ അറിവുകളൊക്കെ കിട്ടിയപ്പം എങ്ങനെയെങ്കിലും എനിക്ക് മാറണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നു തോന്നുന്നു. ശരിയാണോ? അതെ. ആ ആഗ്രഹമാണ് നമ്മളെ ശരിക്കും ചേഞ്ച് ചെയ്യുക. എന്നെയൊക്കെ ലൈഫ് ചേഞ്ച് ചെയ്തത് എങ്ങനെയാണ്? അത്രയ്ക്കും ആഗ്രഹം വേണം നമ്മുടെ ഉള്ളിൽ. അതിന് വേണ്ടിയിട്ട് എന്തും പ്രാക്ടീസ് ചെയ്യാം. മെന്റർ എന്താണോ പറയുന്നത് എന്തും പ്രാക്ടീസ് ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുക. എസ്വർണോ അങ്ങനെ ആയിരുന്നോ? വാട്ട് ഈസ് യുവർ തിങ്കിങ്? അതെ. ഞാന് ഇതിൽ വന്ന സമയത്ത് തന്നെ ആ ഒരു മാസം നല്ല രീതിയിൽ പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഹീലിംഗ് ആണെങ്കിലും കറക്റ്റ് നമ്മളെല്ലാ കാര്യങ്ങളും ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കിയിട്ട് ഇതിനു വേണ്ടിയിട്ട് കറക്റ്റ് ഒരു മാസം പിന്നെ അതിനായിട്ട് ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. പറഞ്ഞോളൂ. സാറിന്റെ മെഡിറ്റേഷന് കാര്യങ്ങൾ ഞാൻ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും കൂടി ഒന്ന് ചെയ്യണം എന്ന് തോന്നി. ഈ EFT അങ്ങനെ എല്ലാരും പറഞ്ഞ കേട്ടപ്പോൾ അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ കയറിയത്. ഓക്കെ, അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതെ. ഇപ്പോഴും സാറിന്റെ പിന്നെ പുതിയ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തല്ലോ, ഇതിലൊക്കെ കയറലുണ്ട്. വെരി ഗുഡ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ ബാച്ചിൽ നിങ്ങൾ കുറെ സംശയങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു അല്ലേ? സംശയങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു ഒരു ബാച്ചിൽ. ആ ബാച്ചിൽ ഇരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ ആക്റ്റീവായിട്ട് നിങ്ങൾ കാര്യങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ കറക്റ്റ് ടൈമിലും ഷാർപ്പ് ടൈമിൽ തന്നെ വന്നിട്ട് ജോയിൻ ചെയ്യും. ഐ നോട്ടീസ്ഡ് യു. അപ്പം എനിക്ക് തീർച്ചയായിട്ടും എല്ലാവരും എന്നോട് ഇങ്ങനെ ഓക്കെ ഇന്ന് ഇബ്രാഹിം സാറാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ കിട്ടുന്നില്ല. ഇത്രയും ഒരു എന്താ പറയുക, ഓക്കെ ആരപ്പത് ഇങ്ങനെ വന്ന് ഷെയർ ചെയ്യാൻ മാത്രം ആക്റ്റീവായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് മനസ്സിലാവും. ഞാൻ ടീം മെമ്പേഴ്സിനോട് ചോദിച്ചപ്പം അത് ഇബ്രാഹിം സാർ ഉണ്ട്, അത്രയാണ്. ഫെബിനയുടെ ക്ലയന്റ് ആണ്. ഫെബിന മാമാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ഇബ്രാഹിം സാർ എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഞാനിങ്ങനെ ചോദിച്ചു ഫൈസൽ ഇബ്രാഹിം ആണോ അല്ല വേറെ ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ കാണുന്നത് ഓക്കെ ഇബ്രാഹിം. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഫെബിന എന്താ പറയാനുള്ളത്? ഇബ്രാഹിം സാറായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഒരു കാര്യം എന്താണ് ഫെബിനയ്ക്ക് ഷെയർ ചെയ്യാനുള്ളത്? ഒന്ന് ഓഡിയോയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ വരാമോ? Can you come? Yeah, good morning, sir. Good morning.
യെസ്, ഇബ്രാഹിം സർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും ആൻഡ് വെരി പങ്ക്ച്വൽ ആണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ചോദിക്കുന്നതിന് മുന്നേ തന്നെ വർക്കുകൾ ഇങ്ങോട്ട് സബ്മിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നന്നായിട്ട് സെൽഫായിട്ട് ഡെയിലി പ്രാക്ടീസസ് ചെയ്യാറുണ്ട്. സോ അതിന്റെ റിസൾട്ട് സർ അപ്പം തന്നെ എനിക്ക് ഷെയർ ചെയ്യാറുണ്ട്, റിസൾട്ടുകൾ കാണുന്നുണ്ട്. സോ റിയലി സോ ഈ ഒരു കറേജ് എടുത്ത് മീൻസ് സർ പറഞ്ഞ പോലെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാള് ഒരു ഓഡിയൻസിന്റെ ഇടയിൽ വന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു കറേജിയസ് ആക്ട് ആണ്. ഞാനും ഒരു ഇൻട്രോവേർട്ട് ആണ്, എനിക്കും അറിയാം അതിന്റെ ആ ഒരു ഡിഫിക്കൽട്ടി എനിക്കറിയാം. സോ ആ ഒരു കറേജിയസ് റിയലി അപ്രീഷിയേറ്റിംഗ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് സർ. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ടീം മെമ്പേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പറഞ്ഞതുപോലെ യെസ്, ചോദിച്ചോളൂ, പറഞ്ഞോളൂ. ഷഹീർ. ഇബ്രാഹിം സാറിന്റെ അനുഭവം കേട്ടു, വളരെ സന്തോഷം. ആ വ്യക്തിക്ക് ലൈഫിൽ ഇങ്ങനെ ഒരുപാട് മാറാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇനിയും ഒരുപാട് മാറ്റം, അതായത് FT തന്നെ മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ പബ്ലിക് സ്പീക്കിംഗ് ആയാലും എന്താണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം, അതാണല്ലോ നമ്മൾ മറ്റേ കത്തുന്ന സ്ട്രോങ് ഡിസയർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അതേ ആഗ്രഹം മുന്നോട്ട് വായിച്ചാൽ അദ്ദേഹത്തിന് അവിടെ തന്നെ എത്താൻ പറ്റും. അപ്പൊ അതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാനും പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നടന്നൊരു വ്യക്തിയാണ്. ഈ ഗ്രൂപ്പിൽ തന്നെ 5-8 മാസമായി സാറ് വയ്യ തന്നെ ഉണ്ട്. അപ്പോൾ അസ്മ മേഡം എന്ന് പറയുന്ന മേഡമാണ് എനിക്ക് പാലക്കാട്ടിലെ എൻ്റെ ലൈഫിലേക്ക് ചേഞ്ച് വരുത്തിയത്. ആ മേഡം എന്നെ വിളിച്ചിട്ട് എന്താണ് സാറേ നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് ഒരു മണിക്കൂറോളം ഞാനായിട്ട് സംസാരിച്ച് ഇതിനുള്ള കറക്റ്റായിട്ട് ഇന്നതൊക്കെ ചെയ്താൽ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനുള്ള കറക്റ്റ് മെത്തേഡായിട്ട് എനിക്ക് ഇന്നലെ വരെ ആ മേഡം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ഷാഫി ഇൻസ്പേസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ സാറിന്റെ വീഡിയോ പണ്ടേ കാണാറുണ്ട്. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ വീഡിയോ ഇട്ട് അത് കേൾക്കുന്ന ആളുകൾക്ക് അതൊരു ഇൻസ്പയർ ആവും എന്നുള്ളൊരു ഇതിലാണ് ഷാഫി ഇൻസ്പേസ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. അപ്പം പിന്നീടാണ് സാർ അതേക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഈ ജസ്റ്റ് ഒരു വീഡിയോയിലൂടെ ആളുകളെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതിനപ്പുറം ആളുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആളുകൾക്ക് ഡീപ്പായിട്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള പഠനവുമായിട്ട് വന്നത്. ആ പഠനത്തിന്റെ റിസൾട്ടാണ് ഈ പറയുന്ന ഓരോ ആൾക്കാരും ഈ സൺഡേ വന്നിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഞാൻ ഇന്നിപ്പം വെയിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സാറിന്റെ ഏത് പ്രോഗ്രാമിനെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാം ഈ സൺഡേ നടക്കുന്ന ഇറ്റ്സ് മീ റിയൽമി എന്ന പ്രോഗ്രാമാണ്. കാരണം ഓരോ ആളുകളും വന്നിട്ട് അവരെ ചേഞ്ചസുകൾ നമുക്കിങ്ങനെ പറഞ്ഞ പുതിയ പുതിയ വ്യക്തിത്വങ്ങളെ കാണിച്ചു തരാണ്. അപ്പോൾ ഇതിനു മുമ്പ് അഫ്ലു വന്നു, അതിനു മുമ്പ് ഇങ്ങനെ അഫ്ലു എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അഫ്ലുവിന്റെ യൂട്യൂബ് ചാനലുകൾ പറഞ്ഞു തന്നു. നമുക്ക് ഇന്നിപ്പോൾ അഫ്ലുവിന്റെ ഓരോ ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ആ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയെ ഇങ്ങനെ ചേഞ്ച് ചെയ്തത് സാറാണെന്ന് പറയുമ്പം ഇതുപോലെ ഹൈഡായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതുപോലെ സാറിൻ്റെ അടുത്ത് ചേഞ്ചുകളൊക്കെ വന്നിട്ട് ഇതിലേക്ക് വരാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവരെയും കൂടി സാറ് ഡീപ്പായിട്ട് ശ്രദ്ധിച്ചിട്ട് ആരൊക്കെയാണ് ചേഞ്ച് വന്നത് കണ്ടെത്തിയിട്ട് അവരെയും കൂടി കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു കാര്യം ഉണ്ടാകും. അത്രത്തോളം ചേഞ്ച് ഞാനിതുപോലെ തന്നെ EFT ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദിവസം ഇതുപോലെ ഈ ഇബ്രാഹിം സാറൊക്കെ വന്ന പോലെ ഈ ഗ്രൂപ്പിൽ വന്നിരുന്നിട്ട് എൻ്റെ ചേഞ്ചസുകളൊക്കെ കറക്റ്റ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിർത്തുന്നു. നന്ദി. താങ്ക് യു ഷഹീർ ഭായ്, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. വളരെയധികം സന്തോഷം. പറഞ്ഞതുപോലെ തന്നെ അധികം വൈകേണ്ട, എത്രയും പെട്ടെന്ന് ഷഹീർ ഭായ് എന്ത് ചെയ്യുക, സിറ്റുവേഷൻസ് ഒക്കെ അനുകൂലമാക്കിയിട്ട് പ്രോഗ്രാമിലേക്ക് വരിക, അതിനുവേണ്ട പ്രാക്ടീസുകൾ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇബ്രാഹിം, ഫൈനലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഇസ് ദർ എനിത്തിങ് യു വാണ്ട് ടു ഷെയർ? എന്തെങ്കിലും ഓക്കെ, ഞാൻ ഇന്നത് കൂടെ പറയണമെന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഇപ്പം പല ആൾക്കാരും എന്താ വെച്ചാൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് പലപ്പോഴും എന്താ വെച്ചാൽ ഓക്കെ പലതും പറയണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ പറയാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ? എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഷെയർ ചെയ്താലും മതി. ഇസ് ദർ എനിത്തിങ് ദാറ്റ് യു വാണ്ട് ടു ഷെയർ ഫൈനലി? ഫസ്റ്റ് താങ്ക്സ് പറയാനുള്ളത് ഇതില് നമ്മളെ ജോയിൻ ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ഫോളോ അപ്പ് ചെയ്തിരുന്നു. പറഞ്ഞാൽ ഞാനൊരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. ഇത്രയൊരു ക്ഷമയോടുള്ള ഫോളോ അപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മള് ഷഹനാമയമാണെന്ന് തോന്നുന്നു, ശരിക്കും എനിക്ക് ഓർമ്മയില് കിട്ടുന്നില്ല. അപ്പൊ അവരെ തന്നെയാണ് കണക്ട് ചെയ്തിട്ടാണ്. പിന്നെ അതിന്റെ മുമ്പ് ഒരു അസ്മ മാമും ഉണ്ടായിരുന്നു, അവരൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം ജോയിൻ ചെയ്തിരുന്ന പിന്നെ നമ്മള് ഒരു സേഫ് വാളപ്പ സാറിനായിരുന്നു. അറിയാം, എന്റെ സ്റ്റുഡന്റ് ആണ് അദ്ദേഹം. അപ്പോ എന്റെ അടുത്ത് പറയും എന്റെ മെന്റർ ഷാഫി സാറാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്നാ പിന്നെ ഷാഫി സാറിന്റെ ക്ലാസ് നമുക്കും ചെയ്യാൻ പറ്റുമല്ലോ.
നമുക്കും ഷാഫി സാർ തന്നെ മെന്റർ ആക്കുക എന്നുള്ള ഒരു തോട്ട്സ് കൂടി ഉണ്ട് ഇതിൽ വന്നിരുന്നു. ഞാൻ അതിന്റെ ശേഷം സേഫ് സാറിന്റെ അടുത്തും പറഞ്ഞിരുന്നു, അവരടുത്തും കണക്ഷൻ ഉണ്ട്. ഇപ്പോ ഞാനിങ്ങനെ ഷാഫി സാറിന്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഓൾറൈറ്റ്, അപ്പൊ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു അല്ലെ. ഫൈനലി നമുക്ക് ഇത്രയും ആൾക്കാരോടൊക്കെ നന്ദി അറിയിക്കുന്ന ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക, ഹംബിളായിട്ട് തുടരുക, യാത്ര തുടരുക ഹീലിംഗ് ജേർണിയിൽ. വെൽക്കം ടു ദ ന്യൂ വേൾഡ്. പുതിയ പോസിബിലിറ്റിയുടെയും അതേപോലെ ട്രാൻസ്ഫോർമേഷന്റെയും ഗ്രോത്തിന്റെയും അബണ്ടൻസിന്റെയും ഐശ്വര്യത്തിന്റെയും ആനന്ദത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ ലോകത്തേക്ക് ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന പുതിയ ഒരാളായിട്ട് മാറാൻ കഴിഞ്ഞതിൽ അതിന്റെ തുടക്കം കുറിച്ചതിന് നമ്മൾക്കൊരു അവസരം തന്നതിന് അതായത് ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള, അതാണ് നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ ഒരു ഇതിന്റെയൊക്കെ ഒരു വിജയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ടീം മെമ്പേഴ്സ് ആണ്. അസ്മ അടക്കമുള്ള നമ്മളുടെ ഓരോ ഹരിത, അസ്മ, അതേപോലെ ഒരുപാട് എന്താ പറയുക നമ്മുടെ CC-മാരുണ്ട്, കോഴ്സ് കൗൺസിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. അവര് നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് അല്ലെ, അവരാണ് നിങ്ങളെ ശരിക്കും അവർ നിങ്ങൾ വിളിക്കുമ്പോൾ 2 രീതിയിൽ എടുക്കാം. ഒന്നെന്താണ്, സെയിൽസ് ടീമാണ്, സെയിൽസ് ചെയ്യണം ഫോളോ അപ്പ്, അങ്ങനെ ഒരു സംഗതിയിൽ എടുക്കാം. അല്ലെങ്കിൽ അതിനെ കുറച്ച് എന്താ പറയുക, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളാണ് ആദ്യഘട്ടത്തിൽ അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. യു ആർ ദ ടേണിംഗ് പോയിന്റ്. അപ്പോൾ അവരാണ് ശരിക്കുള്ള ടേണിംഗ് പോയിന്റ്. അവർ കൊണ്ടുവന്നിട്ടാണ് നിങ്ങളെന്ന് വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരികയും അവരുടെ ആ ഒരു ആദ്യത്തെ എഫേർട്ട് ഉണ്ട്. ദേ ആർ ദ ഫസ്റ്റ് പീപ്പിൾ ഹു ചേഞ്ച്ഡ് യു, ഹു ടച്ച്ഡ് യു, ഹു ഈസ് ദ റീസൺ. അവരാണ് കാരണക്കാർ. So they are doing amazing work and I'm really proud of them what they are doing, especially like ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്യുന്നത്. They are doing it again and again and again and again and again and again. And then next team വന്നതിന് ശേഷം നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നു. ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവറി മോർണിംഗ് ശരത് ഇസ് ഡൂയിങ് അമേസിങ് വർക്ക്. നിങ്ങൾ അധികം ആൾക്കാർക്ക് അറിയാം, ശരത് സാറ് നിങ്ങൾക്ക് വളരെ റെസ്പെക്ട്ഫുൾ ആണ്, ഒരുപാട് നോളജുള്ള വ്യക്തിയാണ്. പുള്ളി ഇതിനു വേണ്ടിയിട്ട് നിരന്തരം എല്ലാ ദിവസവും മോർണിംഗിൽ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നു, അത് ഹോസ്റ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ഈസ് ഡൂയിങ് അമേസിങ് വർക്ക്. ടെക്നിക്കലി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ദെൻ വി ഹാവ് ടീം മെമ്പേഴ്സിന്റെ മെന്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾ ക്ലാസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി ഫെബിനയെ പോലെ ഉള്ള ഹാജിറ മാം ഹെഡ് ചെയ്യുന്ന മെന്റേഴ്സ് ടീം, അവരാണ് നിങ്ങൾക്ക് ശരിക്കും ആക്ച്വലി സർവീസ് നൽകി നിങ്ങളെ കറക്റ്റായിട്ട് ട്രോമാസ് ഹീൽ ചെയ്യുന്നവർ. ആൻഡ് ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു സൂപ്പർ പവർഫുൾ ലീഡറായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ഇൻസ്പേസ് അക്കാഡമിയുടെ നെടുന്തൂണായിട്ട് ഞങ്ങൾ കൂടെ നിൽക്കുന്ന സുനു. അപ്പോൾ ഇവരെല്ലാവരും ആണ് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ വിജയിക്കുന്നതിൽ പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ബാക്ക് ബോൺ ആരാണ്? നിങ്ങളെന്ന് പറയുന്ന ഈ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ മോർണിംഗിൽ പങ്കെടുക്കുകയും ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഇപ്പോഴും ഇത് അവസാനം വരെ കേട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. യു ആർ ദ ബാക്ക് ബോൺ. അപ്പോൾ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട്, നിങ്ങൾ നൽകുന്ന സ്നേഹം, നിങ്ങൾ നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനും. ഇത്രയും നിങ്ങളെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടിന് അതിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം. എല്ലായ്പ്പോഴും പറയാറില്ല, ബട്ട് എല്ലാ ദിവസവും പറയുകയും ഓർക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഇൻ അവർ ലൈഫ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് സപ്പോർട്ടീവ്. ഇതൊക്കെ കേൾക്കുക എന്ന് പറയുന്നത്, ഇവിടെ വന്ന് ഇരിക്കുക എന്ന് പറയുന്നതും ഇതൊരു വലിയ സപ്പോർട്ടാണ്. ഐ എം ജെനുവൻലി ഷെയറിങ്. താങ്ക് യു സോ മച്ച്. And it means a lot. എല്ലാവരും. It's not a small thing. ശരി. മിസ്റ്റർ മാം, യെസ് പറഞ്ഞോളൂ. താങ്ക് യു. തീർച്ചയായും നല്ല ഇൻസ്പയർ സ്റ്റോറി. ഡെഫിനറ്റ്ലി. താങ്ക് യു ഇബ്രാഹിം. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങളെല്ലാവരും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്ത് നൽകുന്നുണ്ട്, മോട്ടിവേഷൻ നൽകുന്നുണ്ട്, ഹോപ്പ് നൽകുന്നുണ്ട് to continue this journey, to move forward. അപ്പോൾ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ വിലപ്പെട്ടതാണ്. പേരിന് വേണ്ടി പറയുന്നതല്ല. ഐ എം ഷെയറിങ് ദിസ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഇറ്റ് ആക്ച്വലി മീൻസ് നിങ്ങളിവിടെ വന്ന് മോർണിംഗിൽ ഇരിക്കുമ്പോൾ, മെഡിറ്റേഷൻസ് ഫോളോ ചെയ്യുമ്പോൾ, മോർണിംഗ് ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളാരും ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ചു. നിങ്ങളെന്ന് പറയുന്ന ഓരോരുത്തരും ഇതേപോലെ ചിന്തിക്കണം, ഓക്കെ മതി, ഞാൻ ഇനി കയറുന്നില്ല, ഞങ്ങൾ ആർക്ക് ക്ലാസ് എടുക്കും, ഞങ്ങൾ എങ്ങനെ അത് കൊണ്ടുപോകും. സോ വിത്തൗട്ട് യു ദിസ് ഈസ് നത്തിങ്. വിത്തൗട്ട് യു വി ആർ നത്തിങ്. വിത്തൗട്ട് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് കോൺട്രിബ്യൂഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് വെരി വാല്യുബിൾ.
നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് മാറാൻ വേണ്ടി ക്ലാസ് കേൾക്കുന്നതായിരിക്കാം. നോ, അതല്ല ഇത്. അതിനപ്പുറത്തേക്കുള്ള ഒരു ഗ്രേറ്റർ തിങ്സ് നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ബി പ്രൗഡ് ഓഫ് ഇറ്റ്, ഫീൽ പ്രൗഡ് ഓഫ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ്. ഓക്കെ, ആൻഡ് ഇറ്റ് മീൻസ് എ ലോട്ട് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുക. നമുക്ക് വീണ്ടും ഹീലിംഗ് യാത്രകൾ, സ്റ്റോറികളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇബ്രാഹിം ഭായ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഷെയറിംഗ് ഹിയർ. താങ്ക് യു. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് സെഷൻ. ഓൾ റൈറ്റ്, താങ്ക് യു. അപ്പം അടുത്ത ബാച്ച് പ്രോഗ്രാം ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മളുടെ അഡ്വാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്, റെസിഡൻഷ്യൽ പ്രോഗ്രാം. ആ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് വരാം. കം ടു ദ പ്രോഗ്രാമിലേക്ക് വരിക. 3 ദിവസം ഇൻഡെപ്ത് ഹീലിംഗിലേക്ക് നിങ്ങൾക്ക് ഇരിക്കാം, ഇരുന്നിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. Thank you, sir. All right, thank you. Thank you, sir. You're welcome.